ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 1 എപ്പിസോഡ് 4 ആണ്. സ്ട്രേഞ്ചർ തിങ്സിലെ ആദ്യത്തെ 3 എപ്പിസോഡും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആദ്യം അത് കാണുക. അപ്പോൾ നമുക്ക് നേരെ സീരീസ് കാണാം. വില്ലിൻ്റെ ബോഡി കനാലിൽ നിന്ന് കിട്ടിയെങ്കിലും ഹോപ്പറും പോവലും ജോയ്സ് പറഞ്ഞത് കേട്ടിട്ട് ഒന്നുകൂടി വീടിനകം പരിശോധിക്കും. ജോയ്സ് പറഞ്ഞതുപോലെ ഭിത്തി പരിശോധിച്ചിട്ടും അവർക്കവിടെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഹോപ്പർ ജോയ്സിനോട് കനാലിൽ നിന്ന് കിട്ടിയത് വില്ലിൻ്റെ ബോഡി തന്നെയാണെന്ന് പറയും. മൈക്കിൻ്റെ വീട്ടിൽ നിന്ന് ഗെയിം കഴിഞ്ഞ് വന്ന വില്ലിൻ്റെ സൈക്കിൾ എന്തിലോ തട്ടി അവൻ അടുത്തുള്ള കനാലിലേക്ക് മറിഞ്ഞു വീണു. 3-ാം ദിവസം ബോഡി പൊങ്ങി. എന്നാൽ ഇത് കേട്ടിട്ടും ജോയ്സ് അത് സമ്മതിക്കുന്നില്ല. നിങ്ങൾ കണ്ടത് ഒരിക്കലും വില്ലിൻ്റെ ശരീരമല്ല, അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ അവനോട് സംസാരിച്ചതാണ്, അവൻ ഇവിടെ തന്നെയുണ്ട്. ക്രിസ്മസ് ലൈറ്റ് വഴി അവൻ എന്നോട് സംസാരിച്ചതാണ്, പക്ഷെ സേഫ് അല്ലെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഹോപ്പർ, നീ ഈ പറഞ്ഞതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭിത്തിയിൽ നിന്നൊരു രൂപം വന്നെന്ന് പറയുന്നു, ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന ജൊനാഥൻ ജോയ്സിൻ്റെ സമനില തെറ്റിയെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ടും അവൾ ആ ജീവിയെക്കുറിച്ച് അതിനെ കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നും, പക്ഷെ മുഖമില്ല എന്നൊക്കെ ഡെമോഗോർഗനെ കുറിച്ച് പറയാൻ ശ്രമിക്കും. ഇതൊക്കെ കേട്ട ജൊനാഥൻ വിഷമിച്ച് അവിടെ നിന്നും പോകും. ഹോപ്പർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഹോപ്പറിൻ്റെ മകൾ സാറ മരിച്ച ശേഷവും ഹോപ്പറിന് അവൾ കൂടെയുള്ളതുപോലെ തോന്നുമായിരുന്നു. പക്ഷെ ഒടുവിൽ അയാൾ മകൾ ഈ ഭൂമിയിൽ നിന്ന് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അയാൾ ആ വിഷമത്തിൽ നിന്നും പുറത്തു കടന്നത്. അതുപോലെ വിൽ ഇനിയില്ല എന്ന സത്യം ജോയ്സും അംഗീകരിക്കണം. ആദ്യം നീ ഒന്ന് ഉറങ്ങി മനസ്സ് ശാന്തമാക്കാൻ ഹോപ്പർ ആവശ്യപ്പെടും. എന്നിട്ട് ജോയ്സ് പിന്നെയും വിൽ ജീവനോടെയുണ്ട്, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയും. ഉടനെ ഹോപ്പർ, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയി വില്ലിനെ കാണാം, തൽക്കാലം നീ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങും. എന്നാൽ പുറത്തിറങ്ങിയ ഹോപ്പർ ഡ്രൈവിങ്ങിന് പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അയാൾ പോകാതെ ആ വണ്ടിയിൽ തന്നെ ചാരിയിരിക്കും. ജൊനാഥൻ മുറിയിൽ കിടന്ന് വില്ലിനിയില്ലെന്ന് മനസ്സിലാക്കി കരയുകയാണ്. ജോയ്സ് മാത്രം അത് വിശ്വസിക്കാതെ നേരെ ഗ്യാരേജിൽ പോയി ഒരു മഴുവെടുത്ത് ഇനി ഭിത്തിയിൽ നിന്നും ആ ഭീകരജീവി വന്നാൽ അതിനെ ഇല്ലാതാക്കാനുറച്ച് മഴുവുമായി ഹാളിൽ തന്നെ കാത്തിരിക്കും. കരേനും ടെഡും വില്ലിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൻ്റെ അടുത്ത് പോയി അവനെ ആശ്വസിപ്പിക്കേണ്ടേന്ന് ടെഡ് ചോദിക്കുമ്പോൾ വേണ്ട, അവൻ തൽക്കാലം ഒറ്റയ്ക്കിരിക്കട്ടെ, സമയം കൊടുക്കാമെന്ന് കരേൻ വിഷമത്തോടെ പറയും. മൈക്കാണെങ്കിൽ വിൽ വരച്ച പടങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് 11 അവിടെ ഇരുന്ന് വാക്കി ടോക്കി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട മൈക്കിന് ദേഷ്യം വരും. ദയവ് ചെയ്തൊന്ന് വെറുതെ ഇരിക്കാൻ മൈക്ക് അവളോട് ആവശ്യപ്പെടും. എന്നാൽ 11 അത് ശ്രദ്ധിക്കാതെ വീണ്ടും വാക്കി ടോക്കി കണക്ട് ചെയ്യാൻ നോക്കും. അതോടെ മൈക്ക്, നീ ഒരാൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാണ് ഞങ്ങൾ വില്ലിനെ മിർക്കുട്ടിൽ തിരക്കി നടക്കാഞ്ഞത്. ഇനി വില്ലില്ല, എന്നിട്ട് നീ ഇവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ വാക്കി ടോക്കിയും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദേഷ്യപ്പെടും. പെട്ടെന്നാണ് വാക്കി ടോക്കിയിൽ വിൽ പാട്ട് പാടുന്നത് മൈക്ക് കേൾക്കുന്നത്. അവൻ ഞെട്ടിപ്പോകും. വില്ലിനേറെ ഇഷ്ടപ്പെട്ട പാട്ടാണത്. അത് മനസ്സിലായ മൈക്ക് വേഗം ചെന്ന് വാക്കി ടോക്കി വാങ്ങി വില്ലിനോട്, നീ എവിടാ, ഞാനാ മൈക്ക്, നിനക്കെന്നെ കേൾക്കാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ റെസ്പോണ്ട് ഒന്നുമില്ല. അത് വിൽ തന്നെയാണ്, അവൻ മരിച്ചിട്ടില്ലെന്ന് മൈക്കിന് മനസ്സിലാവും. ഡെമോഗോർഗൻ വന്നാൽ ആക്രമിക്കാനായി ജോയ്സ് മഴുവുമായി കാത്തിരുന്നെങ്കിലും അവൾ സെറ്റിയിലിരുന്ന് ഉറങ്ങിപ്പോയി. വിൽ വിളിക്കുന്നത് പോലെ കണ്ടു തുറക്കുമ്പോഴാണ് ജോയ്സ് ജൊനാഥൻ മുന്നിൽ നിന്ന് വിളിക്കുന്നത് കാണുന്നത്. രാവിലെ തന്നെ വില്ലിൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ജൊനാഥൻ പറയും. കരേനാണെങ്കിൽ മൈക്കിൻ്റെ റൂമിൽ ചെന്ന് അവൻ ഓക്കെ ആണോ എന്ന് തിരക്കും. എനിക്കിന്ന് സ്കൂളിൽ പോകാൻ യാതൊരു താല്പര്യവുമില്ലെന്ന് മൈക്ക് കരേനോട് പറയും. വില്ലിന് പറ്റിയ അപകടം അറിയാവുന്ന കരേൻ, നീ ഓക്കെ ആകുമ്പോൾ പോയാൽ മതി, തൽക്കാലം റെസ്റ്റ് എടുക്ക്. കരേൻ നിന്ന് നാൻസിക്കൊപ്പം സ്കൂളിൽ പോകണം, എന്നിട്ട് ആ വഴി ബാർബിൻ്റെ വീട്ടിലും പോകണം. അവനെ ആശ്വസിപ്പിച്ച ശേഷം കരേൻ മുറി വിട്ടിറങ്ങും. അവൾ പോയ ഉടനെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മൈക്ക് ലൂക്കസിനെ വിളിക്കും. എന്നാൽ ലൂക്കസിന് വാക്കി ടോക്കിയിൽ ആൻസർ ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. എന്നാൽ മൈക്ക് അവൻ എടുക്കുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ സഹികെട്ട ലൂക്കസ് വാക്കി ടോക്കി എടുത്തിട്ട്, എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല, ദയവ് ചെയ്ത് നീ നിൻ്റെ പാട് നോക്കി പോകാൻ പറയും. എന്നാൽ മൈക്ക്, ഒരു അത്യാവശ്യമാണ്, വില്ലിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്, നീ പെട്ടെന്ന് ഡസ്റ്റിനുമായി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടും. വില്ലിൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായി ഹോപ്പറാണ് ജോയ്സിനെയും ജൊനാഥനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്നിട്ട് അയാൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് റിസപ്ഷനിസ്റ്റ് ലേഡി ഹോപ്പറിനോട് ഡോക്ടർ ഗാരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യവും പ്രോപ്പറായി നടക്കില്ലെന്ന് പരാതി പറയുന്നത്. ഇത് കേട്ട ഹോപ്പർ, അപ്പോൾ ഡോക്ടർ ഗാരി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും. ഇവിടുത്തെ മെയിൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറാണ് ഗാരി. ഗവൺമെൻറ് നേരിട്ട് ഗാരിയോട് ലീവ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ്റായിട്ട് തന്നെ വില്ലിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നിലവിൽ കുറേ ഡോക്ടർമാരെ അയച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ വില്ലിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതും അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതുമെന്ന് ആ റിസപ്ഷനിസ്റ്റ് ഹോപ്പറിനോട് പറയും.
ഇത് കേട്ട ഹോപ്പറിന് അതിലൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. വില്ലിന്റെ ബോഡി കണ്ട ജോയ്സ് വലത്തെ കൈയിൽ വില്ലിനൊരു ബർത്ത് മാർക്ക് ഉണ്ട്, അത് കാണിക്കാൻ ആവശ്യപ്പെടും. വില്ലിന്റെ ബോഡി കണ്ടു നിൽക്കാനാകാതെ ജൊനാഥൻ നേരത്തെ തന്നെ അവിടെ നിന്ന് പോയി ഇവിടെ ഹോപ്പർ ഇരിക്കുന്ന റിസപ്ഷനിൽ വന്നിരിപ്പുണ്ട്. അവനോട് ഹോപ്പർ ജോയ്സിന് എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ടെന്ന് ചോദിക്കും. ജോയ്സ് വിൽ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നതും അവളുടെ വീട്ടിലെ ഭിത്തിയിൽ നിന്ന് ഒരു ജീവി വരുന്നെന്ന് പറയുന്നതുമൊക്കെ ജോയ്സിന്റെ മാനസിക വിഭ്രാന്തിയാണെന്നാണ് ഹോപ്പർ കരുതുന്നത്. ഉടനെ ജൊനാഥനും വില്ലിനെ കാണാതായ രാത്രി ഒരു ഫോൺ വന്നില്ലേ, അന്നു മുതൽ അമ്മ ഇങ്ങനൊരൊന്ന് പറയാൻ തുടങ്ങിയെന്ന് പറയും. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഏർപ്പാടാക്കിയ ആളോട് വഴക്കിട്ട് ജോയ്സ് അവിടേക്ക് വരുന്നത്. വില്ലിന്റെ ബർത്ത് മാർക്ക് അവന്റെ ശരീരത്തിൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ട് അത് വില്ലല്ലെന്നും പറഞ്ഞ് ജോയ്സ് ഇറങ്ങിപ്പോകും. ഉടനെ ജൊനാഥൻ അമ്മയുടെ പിന്നാലെ കാറെടുത്ത് പോകും. നാൻസി തലേന്ന് വൈകിട്ട് സ്റ്റീവിൻ്റെ വീട്ടിൽ പോയതും അവിടെ വെച്ച് കണ്ട ഭീകരജീവിയെക്കുറിച്ചുമൊക്കെ സ്റ്റീവിനോട് പറയും. ബാർബിൻ്റെ കാർ ഇപ്പോഴും പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ കിടപ്പുന്നുണ്ട്. അതുകൊണ്ട് ബാർബിന് കാര്യമായി എന്തോ അപകടം പറ്റിയെന്നും മിക്കവാറും ബാർബിനെ സ്റ്റീവിൻ്റെ വീടിനടുത്ത് കണ്ട ഭീകരജീവി പിടിച്ചു കാണുമെന്നും നാൻസി സ്റ്റീവിനോട് പറയുമ്പോൾ അവൻ പറയുന്നത് തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട, അന്ന് രാത്രി പാർട്ടി കൂടിയ കാര്യം സ്റ്റീവിൻ്റെ വീട്ടിലറിഞ്ഞാൽ സ്റ്റീവിനെ വീട്ടുകാർ തല്ലിക്കൊല്ലുമെന്നാണ്. ഇത് കേട്ട നാൻസിക്ക് ദേഷ്യം വരും. ബാർബിനെ കാണാനില്ല, ഒരു മനുഷ്യജീവനേക്കാൾ വലുതാണോ വീട്ടിലെ 2 തല്ല്? അതുകൊണ്ട് പോലീസിനോട് കാര്യങ്ങൾ പറയാമെന്ന് നാൻസി പറഞ്ഞിട്ടും സ്റ്റീവ് അത് സമ്മതിക്കുന്നില്ല. ഇതോടെ നാൻസി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകും. ഹോസ്പിറ്റലിൽ നിന്ന് ദേഷ്യപ്പെട്ടിറങ്ങിയ ജോയ്സിനെ പിന്നാലെ ചെന്ന് ജൊനാഥൻ വിൽ ഇനിയില്ലെന്ന സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടും ജോയ്സ് അവൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്നും പോകും. മൈക്ക് വിളിച്ചിട്ട് ലൂക്കസും ഡസ്റ്റിനും അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. 11 വില്ലിൻ്റെ ശബ്ദം അവരെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വാക്കി ടോക്കി വർക്കാവുന്നില്ല. വില്ലിൻ്റെ ബോഡി നേരിട്ട് കണ്ടുകൊണ്ട് ഡസ്റ്റിന് ഇനി മൈക്ക് കേട്ടത് വില്ലിൻ്റെ പ്രേതത്തിൻ്റെ സൗണ്ട് ആണോ എന്നൊരു ഡൗട്ട്. ലൂക്കസിന് പ്രേതത്തിനെയും വിശ്വാസമില്ല, 11 പറയുന്നതും വിശ്വാസമില്ല. അവൻ വില്ല് ഇനിയില്ലെന്ന സത്യം മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ നിങ്ങളും അത് മനസ്സിലാക്കാൻ ഡസ്റ്റിനോടും മൈക്കിനോടും പറയും. എന്നാൽ വില്ല് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ മൈക്കിനൊരു സംശയവുമില്ല. ഇവിടുത്തെ വാക്കി ടോക്കി വഴി ഒന്നും നടക്കില്ലെന്ന് മൈക്ക് പറയുമ്പോൾ എങ്കിൽ നമുക്ക് സ്കൂളിലെ ക്ലാർക്ക് വാങ്ങിയ പുതിയ റേഡിയോ വഴി വില്ലിനോട് സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് ഡസ്റ്റിൻ പറയും. അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ ലൂക്കസ് സ്കൂളിൽ 11 ഈ കോലത്തിൽ കൊണ്ടുചെന്നാൽ ആളുകൾക്ക് സംശയം തോന്നും. അതുകൊണ്ട് അവളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു പെൺകുട്ടിയാക്കാമെന്ന് പറയും. മൈക്കാണ് 11ന്റെ മേക്കപ്പ് മാൻ. ലൂക്കസും ഡസ്റ്റിനും കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന നാൻസിയുടെ ഒരു ഉടുപ്പും വിഗും മേക്കപ്പും ഒക്കെ ഇട്ട് ഒരുങ്ങി വന്ന 11നെ മൈക്കിനങ്ങ് ഇഷ്ടമാകും. ആ രൂപം കണ്ണാടിയിൽ കണ്ട 11നും അവളെ ഇഷ്ടമാകും. അപ്സൈഡ് ഡൗണിനകത്ത് എന്താണെന്നറിയാൻ വേണ്ടി ലാബിലെ ഒരു സയൻറ്റിസ്റ്റിനെ ഡോക്ടർ ബ്രണ്ണർ അതിനകത്തേക്ക് വിടും. എന്തെങ്കിലും അപകടമുണ്ടായാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഡിവൈസും കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കയർ അയാളുടെ ബോഡിയിൽ കണക്ട് ചെയ്യും. ഡെമോഗോർഗൻ വന്നത് അപ്സൈഡ് ഡൗണിൽ നിന്നായോണ്ട് അതുപോലുള്ള അപകടകാരികളായ പല ജീവികളും അതിൽ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പുറത്തുനിന്ന് അയാളെ രക്ഷിക്കാനാണ് കയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ബാർബിന് അപകടം പറ്റിയെന്ന് കരയൻ പോലീസിൽ അറിയിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്ന നാൻസിയെ ചോദ്യം ചെയ്യാനായി പോവലും മറ്റൊരു പോലീസുകാരനും വരും. കരയനും അവർക്കൊപ്പമുണ്ട്. അന്ന് രാത്രി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായി നാൻസിക്കൊപ്പം ബാർബും ചെന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ബാർബ് വീട്ടിലേക്കെന്നും പറഞ്ഞിറങ്ങി. ഇത്രയുമാണ് സംഭവിച്ചതെന്ന് നാൻസി പോലീസിനോട് പറയും. ഒപ്പം സംശയം തോന്നി നാൻസി ബാർബിനെ അന്വേഷിച്ച് സ്റ്റീവിൻ്റെ വീട്ടിൽ ചെന്നതും അവിടെ ഒരു ജീവിയെ കണ്ട്. പക്ഷെ അതിനെ വ്യക്തമായി കണ്ടില്ല. പക്ഷെ ആ കാട്ടിലൊരു ജീവിയുണ്ട്, അത് ബാർബിനെ പിടിച്ചോന്നറിയില്ലെന്നും പറയും. എന്നാൽ ജോയ്സ് ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് പോലീസ് അവിടെ പോയി തിരക്കിയായിരുന്നു. പക്ഷെ നാൻസി പറയുന്ന പോലെ ഒരു ജീവിയും അവരവിടെ കണ്ടില്ല. ബാർബ് ആരുടെയും കൂടെ ഒളിച്ചോടിയതാണോ എന്ന് പോലീസിനൊരു സംശയം. ഇത് കേട്ട നാൻസി ബാർബിന് അങ്ങനെയൊന്നും ബന്ധമില്ലെന്ന് എതിർക്കും. ഇതോടെ പോലീസിന്റെ അടുത്ത സംശയം ഇനി ബാർബിന് സ്റ്റീവിനോട് പ്രേമം എന്തെങ്കിലും കാണും. നാൻസിയും സ്റ്റീവും തമ്മിലുള്ള പ്രണയം മനസ്സിലാക്കി ആ ദേഷ്യത്തിന് നാട് വിട്ടതാകുമെന്നാണ്. ഇത് കേട്ട നാൻസി കരയാൻ അടുത്തിരിക്കുന്നുണ്ട്. സ്റ്റീവ് എൻ്റെ ഫ്രണ്ടാണ്, കാമുകനല്ലെന്ന് കള്ളം പറയും. ഇവന്മാരുടെ ഈ ചോദ്യമൊന്നും നാൻസിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹോപ്പർ ഈ സമയം ഡോക്ടർ ഗാരിയുമായി സ്റ്റേഷനിലിരുന്ന് സംസാരിക്കുകയാണ്. വില്ലിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്തിനാണ് ഗവൺമെൻറ് ആളെ വിട്ടത്? ഗാരി എന്തിനു മാറ്റി നിർത്തി എന്നൊക്കെ ഹോപ്പർ ചോദിക്കും. ഇത് കേട്ട ഗാരി, ശരിക്കും അതാ എനിക്കും മനസ്സിലാവാത്തത്. ഒരു ചെറിയ കുട്ടി കനാലിൽ വീണു. ഉടനെ ഗവൺമെൻറ് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ബോഡി ആരെയും കാണിക്കാതെ 6 ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആ ബോഡി പട്ടാളത്തിൻ്റെ കാവലിൽ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ആ മരണത്തിനുള്ളതെന്ന് ഗാരിക്കും അറിയില്ല. ഇതെല്ലാം കേട്ട ഹോപ്പറിന് മൊത്തത്തിലൊരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട്.
സ്കൂളിൽ വില്ലിൻ്റെ അനുസ്മരണ ചടങ്ങ് നടക്കുകയാണ്. ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകാതെ പിള്ളേര് ഇലവനെയും കൊണ്ട് നേരെ റേഡിയോ റൂമിലേക്കാണ് പോകുന്നത്. ആ മുറി ലോക്കാണ്. അപ്പോഴാണ് ക്ലാർക്ക് അവിടേക്ക് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകാത്തതെന്ന് ക്ലാർക്ക് ചോദിക്കുമ്പോൾ പിള്ളേരിവിടെ ഓസ്കാർ ലെവൽ ആക്ടിങ്. വിഷമം സഹിക്കാൻ വയ്യ, അതാണ് ഇതിലൊന്നും പങ്കെടുക്കാത്തത്. ഉടനെ ക്ലാർക്ക് ഇലവനെ നോക്കി ഇതാരാണ് ഈ പെൺകുട്ടിയെന്ന് ചോദിക്കും. ഉടനെ മൈക്ക് ഇതെൻ്റെ കസിനാണെന്ന് പറഞ്ഞതും ഡസ്റ്റിൻ അതെ ഇവൻ്റെ അമ്മയുടെ. ഉടനെ ലൂക്കസ് അമ്മയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ മോള്. എന്തായാലും റേഡിയോ റൂമിൻ്റെ കീ ക്ലർക്ക് പിള്ളേർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വന്ന് ഒന്ന് തലയെങ്കിലും കാണിക്കാൻ പറയും. പോലീസിനോട് എന്തിനാ സ്റ്റീവിൻ്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച് വീട്ടിലെത്തിയ നാൻസിയോട് കരയാൻ ദേഷ്യപ്പെടും. ഉടനെ നാൻസി ഇതാണോ ഇമ്പോർട്ടൻ്റ്, ബാർബിനെ കാണാനില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ ഞാനും സ്റ്റീവും തമ്മിലുള്ള ബന്ധമല്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അവളുടെ മുറിയിലേക്ക് പോകും. അപ്പോഴാണ് നാൻസി ജൊനാഥൻ എടുത്ത വെളിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ബാർബിൻ്റെ ഫോട്ടോയെക്കുറിച്ച് ഓർക്കുന്നത്. അവളത് നേരത്തെ സ്റ്റീവ് കളഞ്ഞ ഫോട്ടോകൾക്കൊപ്പം കൂട്ടത്തിൽ നിന്ന് എടുത്തായിരുന്നു. കീറിയ ആ ഫോട്ടോയുടെ ഭാഗങ്ങൾ എല്ലാം കൂടി ഒരു സെല്ലോ ടേപ്പ് വഴി ഒട്ടിക്കുമ്പോൾ നാൻസി ഞെട്ടിപ്പോകും. ആ ഫോട്ടോയിൽ ബാർബിൻ്റെ തൊട്ടു പിന്നിൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ജീവി നിൽപ്പുണ്ട്. അപ്സൈഡ് ഡൗണിനകത്ത് കയറിയ സയൻറ്റിസ്റ്റിനോട് തിരികെ വരാൻ ഡോക്ടർ ബ്രണ്ണർ ആവശ്യപ്പെടും. ആ സയൻറ്റിസ്റ്റ് അപ്സൈഡ് ഡൗണിനകത്ത് താൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞതും ബ്രണ്ണർ നീ എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ചോദിക്കും. ഉടനെ അയാൾ നമ്മുടെ ഹോക്കിൻസ് പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണിത്, പക്ഷെ മൊത്തം ഇരുട്ടാണ്, ഒപ്പം എല്ലാം ഒരുമാതിരി ദ്രവിച്ചതുപോലെയുണ്ട്, ഇവിടെയൊക്കെ രക്തം കാണാം എന്ന് പറഞ്ഞതും ഒരു ജീവിയുടെ മുരൾച്ച ഡോക്ടർ ബ്രണ്ണർ കേൾക്കും. പെട്ടെന്ന് തന്നെ കയറ് വലിച്ച് സയൻറ്റിസ്റ്റിനെ രക്ഷിക്കാൻ ബ്രണ്ണർ പറഞ്ഞെങ്കിലും അയാളെ ആ ജീവി പിടിക്കും. അവസാനം അയാളുടെ രക്തം പുരണ്ട ഹെൽമെറ്റ് മാത്രം കയറിലൂടെ പുറത്തേക്ക് വരും. അയാളെ ഡെമോഗോർഗൻ പിടിച്ചു. വില്ലിനെ കുറിച്ച് പ്രിൻസിപ്പൽ പറയുന്നത് കേട്ടിട്ട് മൈക്കിനെയും കൂട്ടരെയും എപ്പോഴും ഉപദ്രവിക്കുന്ന രണ്ട് ചുറിയൻ പിള്ളേരുണ്ടല്ലോ, അവരവിടെ ഇരുന്ന് വില്ലിനെ കളിയാക്കി ചിരിക്കുന്നത് നമ്മുടെ പിള്ളേര് കാണും. ഇലവനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്നിറങ്ങിയ മൈക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്തിനാ വില്ലിനെ കുറിച്ച് കേട്ടിട്ട് അവിടെ ഇരുന്ന് കളിയാക്കി ചിരിച്ചതെന്ന് ചോദിക്കും. ഞങ്ങൾ ചിരിച്ചാൽ നിനക്കെന്താടാന്നും പറഞ്ഞ് വീണ്ടും വില്ലിനെ കളിയാക്കി രണ്ടും കൂടി പോകാൻ പോയതും ദേഷ്യം വന്ന മൈക്ക് പിന്നാലെ ചെന്ന് അതിലൊരുത്തിനെ തള്ളിയിടും. വീണവൻ ചാടി എഴുന്നേറ്റ് മൈക്കിന് നേരെ വന്നതും ഒരു നിമിഷം അവൻ അനങ്ങാൻ പറ്റാതെ പാൻറ്റിൽ മുള്ളിപ്പോകും. അത് ഇലവൻ്റെ പണിയാണ്. ഉടനെ ബഹളം കേട്ട് അവിടെ എത്തിയ പിള്ളേർ നിക്കറുമുള്ളിന്ന് അവനെ വിളിച്ച് കളിയാക്കും. വില്ലിന് വേണ്ടി നല്ലൊരു പെട്ടി വാങ്ങാൻ നിൽക്കുന്ന ജൊനാഥൻ്റെ അടുത്തേക്ക് നാൻസി വരും. ജൊനാഥൻ അവളെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ജോയ്സ് പറഞ്ഞിട്ടാണ് ജൊനാഥൻ ഇവിടെ ഉണ്ടെന്ന് നാൻസി അറിയുന്നത്. നാൻസി ബാർബിൻ്റെ ഫോട്ടോയിലെ ആ ഭീകരജീവിയെ ജൊനാഥന് കാണിച്ചു കൊടുക്കും. ഫോട്ടോയിൽ ആ ജീവിയുടെ രൂപം അത്ര ക്ലിയർ അല്ല, ചിലപ്പോൾ അത് വല്ല മരത്തിൻ്റെ മറ്റ് നിഴൽ കൂടിച്ചേർന്ന രൂപമായിരിക്കുമെന്ന് ജൊനാഥൻ പറയും. ബാർബിനെ കാണാനില്ലെന്നും പോലീസ് കരുതുന്നത് അവൾ എങ്ങോട്ടോ ഓടിപ്പോയെന്നാണെന്നും നാൻസി പറയും. ഒപ്പം സ്റ്റീവിൻ്റെ വീടിനടുത്ത് വെച്ച് അവളൊരു ജീവിയെ കണ്ടു, ജീവിയല്ല മനുഷ്യനെ പോലെന്തോ, അറിയില്ല അതെന്താണ് എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട് അവൻ്റെ നോട്ടം കണ്ട നാൻസി അവൾ പറയുന്നത് അവനും വിശ്വസിക്കില്ലെന്ന് കരുതി പോകാൻ എഴുന്നേറ്റതും ജൊനാഥൻ ആ ജീവിയെ കാണാൻ എന്തിനെ പോലെയാണെന്ന് ചോദിക്കും. പെട്ടെന്ന് അത് കേട്ട നാൻസി തിരിഞ്ഞ് അങ്ങനെ പറയാൻ മനുഷ്യനെ പോലെ പക്ഷെ വ്യക്തമായി കണ്ടില്ല, ജസ്റ്റ് പാസ് ചെയ്തതാണ്. ഇത് കേട്ട ജൊനാഥൻ അതിന് മനുഷ്യൻ്റെ മുഖമാണോ അതോ മുഖമില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട നാൻസി ഞെട്ടിപ്പോകും. ഹോപ്പറിന് വില്ലിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ലാബും ഗവൺമെൻറ്റുമായി ചുറ്റിപ്പറ്റി തോന്നുന്നുണ്ട്. അതുകൊണ്ട് അയാൾ നൈസായിട്ട് ആദ്യം വില്ലിൻ്റെ ബോഡി കണ്ട ആളെ ക്ലബിൽ വെച്ച് കണ്ട് ഒന്നും അറിയാത്തതുപോലെ ഓരോന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അയാളുടെ ഒഴിഞ്ഞുമാറ്റം കണ്ടപ്പോഴേ രണ്ട് കൊടുക്കാതെ ഇയാളൊന്നും പറയില്ലെന്ന് ഹോപ്പറിന് മനസ്സിലാവും. ഹോപ്പർ ആളെ കൈയോടെ പിടിച്ച് രണ്ട് കൊടുത്തിട്ട് കാര്യം ചോദിക്കും. ലാബിലുള്ളവർ ഇയാളോട് കനാലിൽ വില്ലിൻ്റെ ബോഡിയുണ്ട്, ആരെയും അധികം അടുപ്പിക്കാതെ പോലീസിനെ വിളിച്ച് ബില്ലിൻ്റെ ബോഡി കണ്ടതായി പറയാൻ ആവശ്യപ്പെടും. ഇവർ ഈ സംസാരിക്കുന്നത് കാറിൽ ആരോ നിരീക്ഷിക്കുന്നത് മനസ്സിലായ ഹോപ്പറിൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയതും അയാൾ ഉടനെ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ജോയ്സ് ഇപ്പോഴും വിൽ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒപ്പം ഒരു ഭീകരജീവി അതും അവിടെ എവിടെയോ ഉണ്ട്. അവൾ വില്ലിനോട് നീ എവിടെയാണെങ്കിലും അമ്മയോട് സംസാരിക്ക്, അമ്മ നിന്നെ രക്ഷിക്കാമെന്ന് പറയും. ഈ സമയം പിള്ളേര് റേഡിയോ റൂമിൽ കയറും. ടെലികൈനസിസ് എബിലിറ്റി വഴി ഇലവൻ വില്ലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇലവൻ്റെ ടെലികൈനസിസ് എബിലിറ്റിയെക്കുറിച്ച് വിശദമായിട്ട് മുൻപത്തെ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലവന് അത് കൂടാതെ ലോകത്തിൻ്റെ ഏത് കോണിൽ എത്ര അകലിയിരിക്കുന്ന ആളെയും ടെലികൈനസിസ് എബിലിറ്റി വഴി കാണാനും അവരുടെ അടുത്ത് മൈൻഡ് വഴി പോകാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് വില്ല് മരിച്ചിട്ടില്ലെന്നും ഡെമഗോർഗനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്നും ഇലവൻ പറയുന്നത്. എന്തായാലും ഇലവൻ അവളുടെ കഴിവ് ഉപയോഗിച്ച് വില്ലിനെ കണ്ടുപിടിക്കും. റേഡിയോ വഴി അവൻ്റെ സംസാരം പിള്ളേരും കേൾക്കുന്നുണ്ട്. അവൻ ജോയ്സിനെ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ട പിള്ളേരും വീട്ടിലുള്ള ജോയ്സും ഞെട്ടും. ആ സംസാരം ശ്രദ്ധിച്ച ജോയ്സിന് അത് വരുന്നത് ഭിത്തിയിൽ നിന്നാണെന്ന് മനസ്സിലാകും.
ജോയ്സ് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ വലിച്ചു കയറും. വിൽ സംസാരിക്കുന്നത് കേട്ട പിള്ളേരും അവനോട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് വില്ല് കേൾക്കുന്നില്ല. അവന് ജോയ്സിനോട് മാത്രമേ മിണ്ടാൻ സാധിക്കൂ. ഭിത്തിയിലെ പേപ്പർ കീറി നോക്കിയ ജോയ്സ് അതിനകത്ത് ഒരു ചുമന്ന കണ്ണാടിക്കൂട് പോലെ നിന്ന് അവളോട് സംസാരിക്കുന്ന വില്ലിനെ കാണും. വില്ലിനും ജോയ്സിനെ കാണാം. അതെ ഫ്രണ്ട്സ്, നമ്മുടെ വില്ല് മരിച്ചിട്ടില്ല. അവനുള്ളത് അപ്സൈഡ് ഡൗണിലാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ പറയാട്ടോ. വിൽ ജോയ്സിനോട് ഒരു ഭീകരജീവിയുണ്ട്, അതിവിടെ അവനെ പിടിക്കാൻ വരുമെന്ന് പറയും. അതിൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് വില്ല്. ഇത് കേട്ട ജോയ്സ്, നീ എവിടെ ആയാലും ഞാൻ അവിടെ വന്ന് നിന്നെ രക്ഷിക്കും, അതുവരെ സേഫായി എവിടെയും ഒളിച്ചിരിക്കാൻ വില്ലിനോട് ആവശ്യപ്പെടും. ഇതെല്ലാം പിള്ളേരും കേൾക്കുന്നുണ്ട്. വിൽ പോയതോടെ ഭിത്തി പഴയ പോലാകും. ഇവിടെ പിള്ളേർ ഉപയോഗിച്ച റേഡിയോയും അതിനോടനുബന്ധിച്ച സാധനങ്ങളുമെല്ലാം കത്തിപ്പോകും. ഒപ്പം ഇത്രയും എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലവനും ആകെ ടയേർഡായിട്ടുണ്ട്. ജോയ്സ് മഴുവച്ച് വില്ലിനെ കണ്ട ഭിത്തി വെട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ഭിത്തിയിലൊരു ദ്വാരം വീണത് മാത്രം മിച്ചം. നാൻസി കണ്ട ഭീകരജീവി ക്യാമറയിൽ വല്ലതും പെട്ടോന്നറിയാൻ ജൊനാഥൻ അന്നെടുത്ത എല്ലാ ഫോട്ടോകളും ഒരിക്കൽ കൂടി എടുത്തു നോക്കും. അവൻ നാൻസിയോട് ജോയ്സും ഇതുപോലെ മുഖമില്ലാത്ത ഭിത്തിയിലൂടെ വരുന്ന ഒരു ജീവിയെക്കുറിച്ച് പറയുന്ന കാര്യം പറയും. ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ജൊനാഥൻ കോപ്പി എടുക്കുന്ന ഒരു ഫോട്ടോ നാൻസി കാണുന്നത്. അതിൽ കൃത്യമായി ഡെമഗോർഗനെ കാണാം. അത് കണ്ട് ജൊനാഥനും ആകെ അന്തം വിടും. അപ്പോഴാണ് ഇത്രയും നാൾ ജോയ്സ് പറഞ്ഞത് സത്യമാണെന്ന് അവന് മനസ്സിലാകുന്നത്. അപ്പോൾ ജോയ്സ് പറയുന്നതൊക്കെ ശരിയായിരുന്നു. ഒപ്പം വിൽ ജീവനോടെ കാണുമെന്നും ജൊനാഥന് മനസ്സിലാവും. വിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഡെമഗോർഗൻ പിടിച്ച ബാർബും ജീവനോടെ കാണുമെന്ന് നാൻസിക്ക് ഉറപ്പായി. ഹോപ്പർ ഹോസ്പിറ്റലിൽ പോയി വില്ലിൻ്റെ ബോഡി ഒന്ന് കാണണമെന്ന് തീരുമാനിക്കും. റിസപ്ഷനിസ്റ്റിനോട് രാവിലെ വന്നപ്പോൾ തൊപ്പി ഇവിടെ വെച്ച് മറന്നെന്നും പറഞ്ഞ് മോർച്ചറിയിലേക്ക് പോകും. അവിടെ കാവലിരിക്കുന്ന പട്ടാളക്കാരൻ ഹോപ്പറിനെ അകത്തേക്ക് കയറ്റില്ല. ഉടനെ അയാൾ കിട്ടൊന്ന് പൊട്ടിച്ച് ആളെ സൈഡാക്കി ഹോപ്പർ അകത്തേക്ക് പോകും. വില്ലിൻ്റെ ബോഡി കണ്ട ഹോപ്പറിന് അത് പാവയാണോ എന്നൊരു സംശയം തോന്നും. അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ വില്ലിൻ്റെ അതേ രൂപത്തിൽ സിലിക്കൺ കൊണ്ടുണ്ടാക്കി അകത്ത് പഞ്ഞി നിറച്ച ഒരു ഡമ്മിയാണ് വില്ലിൻ്റേതെന്ന് പറഞ്ഞ് കനാലിൽ നിന്ന് കിട്ടിയത്. ലാബ് അവൻ്റെ മരണം ഫേക്കായി ക്രിയേറ്റ് ചെയ്തെങ്കിൽ വിൽ തീർച്ചയായും ആ ലാബിൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയ ഹോപ്പർ നേരെ ലാബിനകത്തേക്ക് പോകും. ആരും കാണാതെ അകത്തേക്ക് കയറാനാണ് ഹോപ്പറിൻ്റെ പ്ലാൻ. ഇത്രയും കാണിച്ച് എപ്പിസോഡ് 4 ഇവിടെ അവസാനിക്കുന്നു.